നിമിഷപ്രിയയുടെ മോചനം ചർച്ച ചെയ്യാൻ ആക്ഷൻ കൗൺസിലിലെ യമനിലേക്ക് പോകാൻ അനുമതിയില്ല. കേന്ദ്ര സംഘത്തെയും അയക്കില്ല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ പരിഗണിച്ച് നിമിഷയുടെ മോചനത്തിൽ മധ്യസ്ഥർ നടത്തുന്ന നിർണായക ചർച്ച യമനിൽ. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പരാതി പിൻവലിക്കാൻ സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം. പരാതി SIT അംഗം മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെ. പരാതിയില്ലെന്ന് സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചെന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതിയുമായി ബന്ധുക്കൾ. ഇന്ന് പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടിയ രഹസ്യങ്ങൾ എല്ലാം ഇനി ലോകമറിയും. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് ബെൽത്തങ്ങാടി കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ റദ്ദാക്കി കർണാടക ഹൈക്കോടതി. കണ്ടെത്തിയ മനുഷ്യാസ്ഥികൾ ഒന്നിലേറെ ആളുകളുടേതാണെന്ന് സംശയം. കൊലപാതക പരമ്പര ഉണ്ടായെന്ന വാദം ബലപ്പെടുന്നു. ശാസ്ത്രീയ അന്വേഷണം തുടരുന്നു. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ദുരൂഹത പെരുകുന്ന ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനം. ഓരോ ദിവസവും പുറത്തുവരുന്നത് പുതിയ വിവരങ്ങൾ. ചേർത്തലയിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ കൂടി കാണാതായെന്ന് പരാതി. തിരുവിഴ സ്വദേശി സിന്ധു എന്ന ബിന്ദുവിനെ കണ്ടെത്താൻ അന്വേഷണം വീണ്ടും തുടങ്ങി പോലീസ്. മകളുടെ വിവാഹത്തിന് 2 മാസം ശേഷിക്കെ അമ്പലത്തിലേക്ക് പോയ ബിന്ദു തിരികെ വന്നില്ലെന്ന് ബന്ധുക്കൾ. സെബാസ്റ്റ്യൻ സ്ഥിരം കുറ്റവാളിയെന്ന് ഉറപ്പിച്ച് പോലീസ്. വാർത്തയുടെ വിശദാംശങ്ങൾ ന്യൂസ് 18-ൽ. പള്ളിപ്പുറത്തെ കൂരൻ സെബാസ്റ്റ്യനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. ജൈനമ്മ തിരോധാന കേസിൽ പോലീസ് നീക്കം. ഇന്നലെ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ കിട്ടിയ സാഹചര്യത്തിൽ സ്വർണം വിറ്റ സ്ഥാപനത്തിൽ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ്. അമ്മ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിനിമാ ലോകത്ത് വിവാദങ്ങൾ പെരുകുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി കുക്കു പരമേശ്വരന്റെ കൈവശമുണ്ടെന്ന് പൊന്നമ്മ ബാബു പറഞ്ഞ മെമ്മറി കാർഡിൽ എന്താണെന്ന ചർച്ച സജീവം. സൂപ്പർ താരങ്ങൾക്കെതിരായ തെളിവുകളാണെന്ന് ഒരു വിഭാഗം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെട്ട പേരുകളെ ചൊല്ലിയും താരങ്ങൾക്കിടയിൽ ചർച്ചയും വിവാദവും. കലാഭവൻ നവാസിന്റെ ആകസ്മിക നിര്യാണത്തിൽ ഞെട്ടൽ മാറാതെ സിനിമാ ലോകം. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം രാവിലെ. ആലുവയിൽ പൊതുദർശനം. മലയാളിയെ കുടുകുടെ ചിരിപ്പിച്ച നവാസ് വിട പറഞ്ഞത് ഇന്നലെ രാത്രി. മരണം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ്. സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സുരേഷ് ഗോപിയും മോഹൻലാലും സുഹാസിനിയും ഉദ്ഘാടന ചടങ്ങിലെ അതിഥികൾ. 2 ദിവസത്തെ കോൺക്ലേവിൽ നടക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും നയരൂപീകരണവും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ ബിലാസ്പൂർ NIA കോടതിയുടെ ഉത്തരവ് ഇന്നുണ്ടാകും. ജാമ്യം നൽകുന്നതിനെ പൂർണ്ണമായും എതിർക്കാതെ പ്രോസിക്യൂഷൻ. മതപരിവർത്തന കുറ്റം നിലനിൽക്കില്ലെന്ന് ജാമ്യാപേക്ഷയിൽ വാദം. കന്യാസ്ത്രീകൾ അറസ്റ്റിലായിട്ട് ഇന്ന് 9 ദിവസം. MLA-മാരായ ചാണ്ടി ഉമ്മനും അൻവർ സാദത്തും ഛത്തീസ്ഗഡിൽ. VC നിയമനത്തിൽ ഗവർണറും സർക്കാരും നേർക്കുനേർ. സർക്കാരിനെ വകവയ്ക്കാതെ ഗവർണർ മുന്നോട്ട്. ചർച്ചയിൽ നിന്ന് പിന്മാറി മന്ത്രിമാർ. സുപ്രീം കോടതിയെ സമീപിക്കാനും സർക്കാർ നീക്കം. കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് റൂം തുറക്കുന്നതിന് വിലക്കേർപ്പെടുത്തി വൈസ് ചാൻസലർ. നടപടി ഇടതംഗങ്ങളുടെ വഴിവിട്ട ഇടപെടൽ കാരണമെന്ന് വിശദീകരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമം പുറത്തറിയിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വൈകാതെ നടപടിയുണ്ടാവുമെന്ന് സൂചന. ആരോഗ്യവകുപ്പ് നീക്കത്തിന് പിന്നിൽ ഹാരിസിന്റെ പ്രസ്താവനകൾ ദോഷം ചെയ്തുവെന്ന വിലയിരുത്തൽ. നടപടിയെടുത്താൽ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് KGM-CTA. ഉപകരണങ്ങൾ കാണാതായെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനും നീക്കം. വിദഗ്ധ സമിതി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് ഡോക്ടർ ഹാരിസ്. ഒരു ഉപകരണവും കാണാതായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിക്ക് മറുപടി. ആറന്മുളയിലെ പെയ്ഡ് വള്ളസദ്യയിൽ നിന്ന് പിന്മാറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നടപടി ക്ഷേത്രത്തിനുള്ളിൽ വള്ളസദ്യ നടത്തുന്നത് ആചാര ലംഘനമാണെന്ന പള്ളിയോട സേവാ സമിതിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എതിർപ്പുയർത്തി ഹിന്ദു സംഘടനകൾ. ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനം. കോഴിക്കോട് പശുക്കടവ് പോങ്ങാട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയി കാണാതായ സ്ത്രീ വനത്തിൽ മരിച്ച നിലയിൽ. ബോബിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെ. സമീപത്ത് പശുവിന്റെ ജഡവും. ദുരൂഹതയുണ്ടെന്ന് പോലീസ്.
വീട്ടുജോലിക്കാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ജനതാദൾ നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ ശിക്ഷാവിധി ഇന്ന്. പ്രജ്വൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ പരിഗണിക്കുന്ന ബംഗളൂരുവിലെ പ്രത്യേക കോടതി. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ പൗത്രനാണ് പ്രജ്വൽ രേവണ്ണ.